ഹായ്, റിട്ടേൺ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ മിക്കവാറും ഇടുന്നത് ഒന്നെങ്കിൽ യാത്രാ വീഡിയോ അല്ലെ കാറിന്റെ ഡ്രൈവിങ്. അപ്പൊ ഇന്ന് എനിക്കും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ നമുക്കൊരു സിറ്റിയില് 2 വീലറിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഈ 2 വീലർ ഞാനിങ്ങനെ ഓടിക്കാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചേ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൂടെ പറയാമല്ലോ എന്ന്. അപ്പം അതിനുള്ള കാരണമുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടാകുന്ന മിക്കവാറും ഉള്ള ലേഡീസ് വണ്ടി ഓടിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വണ്ടി എടുക്കുക, ആക്സിലേറ്റർ തിരിക്കുക, നേരെ ഓടിച്ചു പോവുക. അപ്പം ചുറ്റുമുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള മിക്കവാറും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ പരിസരം പോലും ശ്രദ്ധിക്കാതെ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇനി ഞാൻ ഇത് എടുത്തത് തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി ഇപ്പൊ 2 വീലർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വണ്ടിയുടെ ബ്രേക്ക്, അതൊക്കെ പറഞ്ഞു, ഇതൊക്കെ അറിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടാണ് എല്ലാവരും വരുന്നത്. എന്നാലും വണ്ടി എടുക്കുന്നതിന് മുന്നേ രാവിലെ അതിന് ബ്രേക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഉണ്ടത് കൊണ്ട് ടയർ പ്രഷർ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിനകത്തുള്ള ഡോക്യുമെന്റ്സ്, ഇപ്പൊ അത് കുഴപ്പമില്ല. കാരണം ഇപ്പൊ മോട്ടോർ MVDs പിടിച്ചാലും നമ്മൾ പിന്നീട് ഡിജിറ്റൽ കാണിച്ചിട്ട് പിന്നീട് നമ്മൾ ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ RC ബുക്കിന്റെ ഒരു കോപ്പി, ഇൻഷുറൻസിന്റെ ഒരു കോപ്പി, പൊല്യൂഷൻ ടെസ്റ്റിന്റെ ഒരു കോപ്പി, ഇതൊക്കെ എടുത്ത് കയ്യിൽ വെക്കുന്ന നമുക്ക് നല്ലതായിരിക്കും. അതല്ല സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് മിക്കവാറും കിട്ടുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിരുന്നാലും മതി. പിന്നെ നമ്മൾ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ ടയർ പ്രഷർ ഒക്കെ നോക്കി, ബ്രേക്ക് ഒക്കെ ഉണ്ടോ നോക്കി. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സേഫ്റ്റിയാണ്, നമ്മുടെ ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ വെക്കുന്ന മാത്രമല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ. ഹെൽമെറ്റ് നമ്മൾ വെക്കണം. വെച്ചിട്ട് ഈ ലോക്ക് കറക്റ്റ് ആയിട്ട് ഇടണം. അത് അധികം ലൂസ് ആവരുത്. മാക്സിമം ഈ സ്ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇത് ഇരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യണം. പിന്നെ ഈ ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് വെക്കുന്ന എന്തിനാണെന്നറിയാമോ? കാരണം സപ്പോസ് നമ്മൾ എന്തും പ്രതീക്ഷിക്കണമല്ലോ, നമ്മളെങ്ങാനും ഒന്ന് വീഡിയാണ്, ഇത് ടൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് തെറിച്ച് വെളിയിൽ പോകും, നമ്മുടെ ഹെഡ് ഇഞ്ചുറി ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇത് ടൈറ്റ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാകുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് തട്ടി ഇങ്ങനെ നിന്നോളും. ഇത് ചെറിയ വീഴ്ചകളിലൊന്നും ഒരിക്കലും ഊരിപ്പോകത്തില്ല. അങ്ങനെ എത്രയോ അപകടങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ അപകടത്തെ കുറിച്ച് പറയുന്നതെന്ന്. അപ്പം ഒരു യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അതാ. എന്താണെന്നറിയാം, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാം. കാരണം ഈ കാര്യത്തിൽ നമ്മളൊരു സെൽഫിഷ് ആവണം. ആ സെൽഫിഷ്നെസ് എന്താന്ന് വെച്ചാല്, നമുക്കെതിരെ വരുന്ന എല്ലാവരും വട്ടന്മാരാണ് എന്നങ്ങ് കരുതും. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ്? സത്യമാണ്. കാരണം നമ്മൾ എത്ര ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കാത്ത കുറച്ച് പേര് കാണാം. അപ്പം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി വണ്ടി ഓടിക്കുക. നമ്മൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് പാലിക്കുക. അപ്പോൾ തന്നെ ഒത്തിരി അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് നിങ്ങളെ ഓരോന്നായിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കിയുള്ള എടുക്കാം. നമ്മൾ ഓടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും 2 വീലർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒരു മിനിമം വേഗതയിൽ മാത്രം നമ്മൾ ഓടിച്ച് ശീലിക്കുക എന്നുള്ള. ഇതിപ്പോ നോക്കി, ഈ റോഡ് ഇപ്പൊ ഏകദേശം ഫ്രീ ആണ്, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ട്രാഫിക്കിൽ ശ്രദ്ധിക്കേണ്ട കേസ് എനിക്കിപ്പോ നിങ്ങളോട് ഈ റോഡിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം ലെഫ്റ്റ് സൈഡ് നോക്കി പതുക്കെ വണ്ടി ഓടിച്ച് പോവുക. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ ഈ മിറർ, ഇതും ഈ മിററുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ മിററിൽ കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ ബാക്കിൽ എത്ര ഡിസ്റ്റൻസിലാണോ വണ്ടി നിൽക്കുന്നത് എന്നുവെച്ചാൽ ഫുൾ അത് നോക്കിയിരിക്കണമെന്നല്ല. ഇതിന്റെ ചിലത് ഓവർടേക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും, ചിലത് ഓവർടേക്ക് ചെയ്യാതെ പതുക്കെ വരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും മിറർ ശ്രദ്ധിക്കണം. പിന്നെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളെ വളരെ വളരെ വളരെ, കാരണം അതിന്റെ ബ്രേക്ക് ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ബ്രേക്ക് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു കുഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഫ്രണ്ടിലെ വണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഈ ഡ്രൈവിംഗിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് നമുക്ക് പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മിറർ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ ഏകദേശം നമ്മളൊരു റൈറ്റിലോട്ട് തിരിയാൻ പോവാണ് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിയാൻ പോവാണെങ്കിൽ ആ തിരിയുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് ഇൻഡിക്കേറ്റർ ഇടാതെ
അതിന് കുറച്ചേ മുന്നേ തന്നെ വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ പുറകെ വരുന്ന വണ്ടികൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നേരത്തെ ചെയ്തെങ്കിൽ അവർക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ റൈറ്റിലോട്ട് തിരിയാൻ പോവാണ് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിയാൻ പോവാണെന്ന്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടുത്ത് പെട്ടെന്ന് വെട്ടിച്ച് നമ്മൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒന്നും തിരിയരുത്. നമുക്ക് അറിയാം നമ്മൾ തിരിയാണ്, അപ്പൊ അപ്പുറത്ത് മാറി നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നൊരു കേസ്, നിങ്ങൾ ഈ വൈറ്റ് ലൈൻസ് കണ്ടല്ലോ, ഇതിപ്പോ ഈ റോഡായതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് മാറിയിട്ടാണ്. പക്ഷെ നമ്മൾ ഹൈവേകളിൽ ഓടിക്കുമ്പോൾ അത് റോഡിന്റെ ഏകദേശം ലെഫ്റ്റ് ഒരു വൈറ്റ് ലൈനിന്റെ ഇപ്പുറത്ത് കൂടെ നമുക്കൊരു 2 വീലറിന് പോകാനുള്ള സ്പേസ് ഒക്കെ കിട്ടും. അപ്പം ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ ലൈനിൽ കൂടി നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അത് നിങ്ങൾ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമുക്കൊരു ഗ്രിപ്പില്ലായ്മ ഫീൽ ചെയ്യും വണ്ടി കയറുമ്പോൾ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ആ ഭാഗത്ത് കൊണ്ടൊന്നും ഒരിക്കലും ബ്രേക്ക് പിടിക്കുകയും ചെയ്യരുത്, അത് ശരിക്കും തെന്നി മാറും. ബ്രേക്ക് പറഞ്ഞപ്പോൾ വേറൊരു കേസ്, നിങ്ങൾ സഡൻ ബ്രേക്കുകൾ ഒരിക്കലും പിടിച്ച് നിർത്തരുത്. കാരണം ട്രാഫിക്കിലൊക്കെ നല്ല ഹൈ സ്പീഡിൽ നമ്മൾ പോകുന്നവരിക്കാൻ ആ സമയത്ത് പെട്ടെന്ന് പിടിച്ചാൽ ബാക്ക് വരുന്ന വണ്ടി വന്ന് നമ്മളെ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മള് ട്രാഫിക്കില് ചെന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാവേ. ഇതിപ്പോ ഒരു ടി ജംഗ്ഷൻ ടി അല്ല, ഇതൊരു നാലൻകുടി ജംഗ്ഷൻ. കാരണം ഈ ഭാഗത്തുനിന്ന് എല്ലാ വഴിയിലോട്ടും തിരിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. അപ്പൊ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തുക. ഇവിടെ ഇപ്പൊ ട്രാഫിക്കിൽ പോലീസുകാരുണ്ട് കറക്റ്റായിട്ട് നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം റൈറ്റ് ചേർന്ന്, കാരണം റൈറ്റ് ചേർന്നിട്ടാണ് സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ മാറ്റി, കാരണം ഇനി നമുക്ക് സ്ട്രെയിറ്റ് പോകണ്ട. റൈറ്റിലോട്ടാണെങ്കിൽ നമ്മൾ റൈറ്റ് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇത് സ്ട്രെയിറ്റ് തന്നെ പോകേണ്ടതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് കയറി. പിന്നെ ഇതുപോലുള്ള കാറിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ കണ്ട അതിന്റെ ബ്രേക്ക് ലൈറ്റ് കത്തി, അപ്പൊ അത് ഫ്രണ്ടിൽ ബ്രേക്ക് പിടിക്കുകയാണ്, അതിന്റെ ഫ്രണ്ടിലുള്ള വണ്ടികൾ ബ്രേക്ക് പിടിക്കുന്നു, എല്ലാം സ്ലോ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും മാക്സിമം ലെഫ്റ്റ് സൈഡ് പിടിച്ച് തന്നെ പോകാൻ നിൽക്കുക. പക്ഷെ ലെഫ്റ്റ് വഴി ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് കേട്ടോ. നമ്മൾ നല്ല സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് തെറ്റാണ്, അത് ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഇതിപ്പോ ചെറിയ കാറായതുകൊണ്ട് കുഴപ്പമില്ല. ആ കാറുകാരന് അവരുടെ മിറർ വഴിയും അല്ലെങ്കിൽ രണ്ട് സൈഡിലെ മിറർ വഴി നമ്മളെ നല്ല വ്യക്തമായി കാണാവുന്നതുകൊണ്ട് പുള്ളി ശ്രദ്ധിച്ചു പോകും. അതേസമയം ഇപ്പൊ ഈ വരുന്ന പോലെ ലോറിയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലെങ്കിൽ ഈ ലോറികൾക്ക് അല്ലെ ബസ്സുകൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അതിന്റെ കറക്റ്റ് ബാക്ക് വശത്ത് നടുക്കായിട്ട് കൊണ്ടു നിർത്തിയാൽ നമ്മൾ അങ്ങനെ ബാക്കിലുണ്ടെന്ന് അവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റാത്ത ഭാഗത്തെയാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അവർക്ക് കാണാൻ പറ്റില്ല. അവര് പതുക്കെ ഒന്ന് ബാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരിക്കായിട്ട് വന്ന് ഇടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ആക്സിഡന്റ് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരിക്കലും ആ ബ്ലൈൻഡ് സ്പോട്ട് ഏരിയയിൽ പോയി നമ്മൾ വണ്ടി നിർത്താനൊന്നും പാടില്ല, ബ്ലോക്കിലാണെങ്കിൽ പോലും. ഇങ്ങനെയുള്ള ബ്ലോക്കുകളാണെങ്കിൽ പോലും നമ്മൾ ഒരു സേഫ് ഡിസ്റ്റൻസ് പിടിച്ച് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് മാറി നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് ധൃതി, അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി ധൃതിയുണ്ട്. എമർജൻസി ഘട്ടങ്ങളിലാണെങ്കിൽ 2 വീലർ യാത്ര ഒഴിവാക്കാനേ ഞാൻ പറയും. കാരണം ഒരു 2 വീലർ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് ഫ്രീ ആണോ നോക്കുക എന്നുള്ളത്. മൈൻഡ് ശരിയല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാവുന്നേ. അതൊരു വലിയ പ്രശ്നമാണ്. റോഡിലും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്, നമ്മൾ മുഖേന ബാക്കിയുള്ളവർക്കും പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് മൈൻഡ് ക്ലിയർ ആണ്, നമ്മൾ ഒരുവിധം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വണ്ടി എടുത്തിട്ട് റോഡിൽ ഇറങ്ങാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ഊബർ ടാക്സിയോ വിളിച്ച് യാത്ര ചെയ്യാൻ ഒരുങ്ങുക. അല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്തണം. പിന്നെ ഇതുപോലുള്ള ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ അതിന്റെ ഇടയ്ക്കൂടെ കയറ്റി ഉള്ള ഗ്യാപ്പിൽ കൂടി ഇടിച്ചു കയറി പോകാൻ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് പതുക്കെ മാറി നിൽക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കേസാണ് ഈ സീബ്ര ക്രോസിങ്ങുകൾ ഇടയ്ക്ക് വരും. സീബ്ര ക്രോസിങ്ങിന്റെ അടുത്ത് നമ്മൾ മാക്സിമം വണ്ടി സ്പീഡ് കുറച്ച് തന്നെ വരിക. കാരണം പെഡസ്ട്രിയൻസ് എപ്പോഴാ ക്രോസ് ചെയ്യുക എന്നുള്ളത്, അല്ലെ അവരവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവർക്കാണ് റോഡിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം. അപ്പൊ അത് കൊടുക്കുക. പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പതുക്കെ വണ്ടി എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് ബ്രേക്കിൽ മിക്കവാറും ഇങ്ങനെ കൈ വെച്ചിരിക്കും. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരുവിധ സ്പീഡിൽ പോവുകയാണെങ്കിൽ പോലും ഒരു ബ്രേക്ക് പിടിക്കേണ്ട ഘട്ടം വന്നാല് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പറ്റും. ചിലര് ഇപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ചാടിക്കയറി നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അയ്യോ
ബ്രേക്ക് ആണോ എന്താണ് പിടിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെ പിടിച്ചിരിക്കുക, അപ്പൊ എനിക്കൊന്ന് സ്ലോ ചെയ്ത് ബ്രേക്ക് പിടിക്കണമെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ട്രാഫിക്കുകൾ വരുമ്പോഴേ നമ്മള് 4 സൈഡിൽ ശ്രദ്ധിക്കണം എന്ന് പറയും. ചിലര് ഓവർടേക്ക് ചെയ്ത് കയറി വരും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി എടുക്കും, റൈറ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് തിരിക്കുന്ന വണ്ടികൾ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ ഈ ബ്രേക്കിൽ ഒന്ന് പതുക്കെ കൈ വെച്ചിട്ട് അധികം സ്പീഡില്ലാതെ പതുക്കെ വണ്ടി ഓടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. അപ്പം അതില് നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കാര്യമെങ്കിലും ഉപകാരപ്പെട്ടാൽ അതാണ് നമ്മുടെ സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് എനിക്കറിയാവുന്ന അല്ലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നെ. ആർക്കെങ്കിലും ഒക്കെ പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.